ഒരു എളുപ്പ മാർഗമുണ്ട്. ഞാനിതാർക്കും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷേ മീരയോട് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം മീര എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മീര തെറ്റിദ്ധരിക്കണ്ട. ഒരു ക്ലയന്റ് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നാണ് ഞാൻ പറഞ്ഞത്. ലോൺ ക്ലോസ് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. നമ്മൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാൽ മതി. ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ്. ഞാനൊന്ന് മനസ്സ് വെച്ചാ ഇപ്പോ ഈ നിമിഷം ലോൺ ക്ലോഷർ സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിൽ വെച്ചുതരാൻ പറ്റും. പിന്നെ 10 പൈസ പോലും നീ തിരിച്ചടക്കേണ്ടി വരില്ല. ലോൺ തിരിച്ചടക്കേണ്ടി വരില്ലെന്ന് മാത്രമല്ല, എത്ര കാശ് വേണമെങ്കിലും ഞാൻ മീരയ്ക്ക് തരികയും ചെയ്യും. ലോണായിട്ടല്ല, ഗിഫ്റ്റായിട്ട്. നിങ്ങൾക്ക് ആള് മാറിപ്പോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. ഈ മീരയ്ക്ക് വിലയിടാൻ ഇനി നിങ്ങൾ വന്നാ നാവ് കൊണ്ടല്ല, കാലിക്കിടക്കുന്ന ചെരുപ്പോണ്ടായിരിക്കും ഞാൻ മറുപടി പറയാ. കാണാൻ ഇത്രയും ദൂരം വന്നിട്ട് ജയന്തി ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത്? നിന്നോട് 1-2 കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാ ഞാൻ വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ നീ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്താ ജയന്തി ചേച്ചി? പ്രിയന്റെ അമ്മ നിന്നെ വഴക്കു പറഞ്ഞെന്ന് പ്രിയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. നീ അതെന്താ എന്നോട് പറയാതിരുന്നത്? ആരോട് നീ പറഞ്ഞില്ല? ആ അമ്മ എന്നെ വഴക്ക് പറഞ്ഞത് പ്രിയൻചേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ?